നമുക്ക് ഈ കെ-മാറ്റിലൊക്കെ കൂടുതലായിട്ട് ചോദിക്കുന്നതാണ് ഈ ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്പർ സീരീസ്. ഇപ്പോൾ ആണെങ്കിൽ ഒരു പാറ്റേൺ ഇവിടെ കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി എത്രയാണെന്ന് നമ്മളിപ്പോൾ 2, 4, 6 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്താൽ നമുക്കറിയാം അവിടെ 8 ആയിരിക്കും വരുന്നതെന്ന്. അതുകൊണ്ട് നമുക്കിപ്പോൾ വലിയ സംഖ്യകൾ ഇപ്പോൾ 54, 56, 59, 63, 68, 74 ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത് എന്തുവാണെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അങ്ങനത്തെ കേസിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഇപ്പോൾ 54ഉം 56ഉം കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്കെന്താ കിട്ടുന്നത്? 2 ആയിരിക്കും ഡിഫറൻസ് കിട്ടുന്നത്. പിന്നെ ഈ 56നെ ഇങ്ങോട്ട് എഴുതിയിട്ട് അടുത്ത സംഖ്യ ഏതാ? 59 വരുന്നത്. അത് കുറച്ചപ്പോൾ എത്ര? 3 ആയിട്ട്. അപ്പോൾ 2ഉം 3ഉം കിട്ടി. ഇനി ഈ 59ൽ നിന്ന് അടുത്തത് എത്ര? 63. അത് കുറച്ചപ്പോൾ 4 കിട്ടി. പിന്നെ 63ൽ നിന്നും നമ്മളെന്താ നെക്സ്റ്റ് 68, അത് കുറച്ചപ്പോൾ 5 കിട്ടി. ഈ 68ൽ നിന്ന് പിന്നെ നമ്മൾ 74 കുറച്ചപ്പം 6 കിട്ടി. അപ്പം നമുക്ക് ഒരു ഏകദേശ ഐഡിയ കിട്ടി ഇത് 2, 3, 4, 5, 6 ആ ഒരു ഇതിലാണ് പോകുന്നതെന്ന്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ നെക്സ്റ്റ് ഏതാണെന്നറിയാം ആണ്. അതുകൊണ്ട് നമ്മൾ ഈ 74ൻ്റെ കൂടെ ഈ കുട്ടി നോക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 81 കിട്ടി. അപ്പോൾ 74 മൈനസ് 81 എത്ര ആയിരിക്കും? 7 ആയിരിക്കും. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് പാറ്റേൺ ഏതാ? 81 ആയിരിക്കും നമ്മുടെ പാറ്റേണിൽ വരുന്നത്. അതുകൂട്ടുള്ള ഒരു പാറ്റേൺ പിന്നെ ഇതെല്ലാം അങ്ങനത്തെ ഒരു പാറ്റേൺ നമുക്കിങ്ങനെ ഡിറ്റ് ചെയ്ത് ലാസ്റ്റ് പ്ലസ് ചെയ്ത് നമുക്ക് ഇങ്ങനത്തെ പാറ്റേൺ എക്സാമിന് വരുവാണെങ്കിൽ ചെയ്യാം.